നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. കിഴക്കൻ ലഡാക്കിൽ വീണ്ടും ഇന്ത്യ ചൈന സംഘർഷം. ചൈനീസ് ആക്രമണത്തിൽ ഇന്ത്യൻ കേണലിനും 2 ജവാന്മാർക്കും വീരമൃത്യു. ഏറ്റുമുട്ടൽ നടന്നത് ഗാൽവാൻ താഴ്വരയിൽ. സംയുക്ത സേനാ തലവനുമായി പ്രതിരോധ മന്ത്രി ചർച്ച നടത്തി. ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടതായി ഇന്ത്യ. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ കൃത്യമായ തെളിവും മൊഴിയുമുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. പരാതിക്കാരി കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് താക്കീതായി രാജ്യവ്യാപക പ്രക്ഷോഭം. CPIM നേതൃത്വത്തിൽ കേരളത്തിൽ 2 ലക്ഷം കേന്ദ്രങ്ങളിൽ പങ്കാളികളായത് 10 ലക്ഷം പേർ. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഉത്തേജക പാക്കേജായി മോദി സർക്കാർ പ്രഖ്യാപിച്ചതെന്ന് SRP. പ്രക്ഷോഭം കേന്ദ്ര സർക്കാരിന് താക്കീതാകുമെന്ന് കോടിയേരി. നാടിന്റെ അഭിമാനങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാർ വിറ്റുതുലയ്ക്കുകയാണെന്ന് MA ബേബി. പെട്രോൾ ഡീസൽ വില ഇന്നും വർദ്ധിപ്പിച്ചു. വില വർധനവ് തുടർച്ചയായ 10ാം ദിവസം. പെട്രോളിന് വർദ്ധിപ്പിച്ചത് 47 പൈസയും ഡീസലിന് വർദ്ധിപ്പിച്ചത് 54 പൈസയും. 10 ദിവസത്തിനിടെ വില വർദ്ധിച്ചത് 5.5 രൂപയോളം. വില വർധന പിൻവലിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്ന് കോടിയേരി. പെൻഷൻ പ്രായം കൂട്ടില്ലെന്ന് ധനമന്ത്രി. തൊഴിലില്ലായ്മ നിലനിൽക്കുമ്പോൾ പെൻഷൻ പ്രായം ഉയർത്തുന്നത് പ്രായോഗികമല്ലെന്ന് ഐസക്. സംസ്ഥാനത്തെ കോളേജുകളിൽ ഡിഗ്രിക്കും PGക്കും സീറ്റുകൾ കൂട്ടും. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം തുടങ്ങി. കേരളത്തിന് സംസാരിക്കാൻ അവസരമില്ല. എല്ലാ സംസ്ഥാനങ്ങൾക്കും സംസാരിക്കാൻ അവസരം നൽകണമെന്ന് യെച്ചൂരി. രാജ്യത്ത് കോവിഡ് മരണം 10,000-ലേക്ക്. വിദേശങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവർക്കും കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് വേണമെന്ന് മന്ത്രി EP. സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിൽ ബോളിവുഡ് ആത്മപരിശോധന നടത്തണമെന്ന് നടൻ വിവേക് ഒബ്രോയ്. സുശാന്തിന്റെ മരണം കൊലപാതകമാണോ എന്ന് പരിശോധിക്കണമെന്ന് കങ്കണ റാവത്ത്. കിഴക്കൻ ലഡാക്കിൽ വീണ്ടും ഇന്ത്യ ചൈന സംഘർഷം. ചൈനീസ് ആക്രമണത്തിൽ ഇന്ത്യൻ കേണലിനും 2 ജവാന്മാർക്കും വീരമൃത്യു. ഗാൽവാൻ താഴ്വരയിൽ ഇന്നലെ രാത്രിയായിരുന്നു ഏറ്റുമുട്ടൽ നടന്നത്. വെടിവയ്പിലാണ് മരണമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗം വിളിച്ച് സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടതായി ഇന്ത്യ അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യ അതിർത്തി കടന്ന് ആക്രമിച്ചുവെന്നാണ് ചൈനയുടെ വാദം. ശരത് കെ ശശി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശരത്ത്, ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം രാജ്യത്തിനോട് നടത്തേണ്ടതുമാണ്. എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അത്തരം ഏതെങ്കിലും വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആനന്ദ്, കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഇതേവരെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയോ അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ ചൈന മറ്റൊരു രാജ്യവും ഉൾപ്പെട്ട വിഷയമായതിനാൽ തന്നെ വിദേശകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ കാര്യമായ പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. ഏതായാലും ഇന്നലെ രാത്രിയാണ് ഈ ഗാൽവൻ താഴ്വരയിൽ ഇങ്ങനെയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായത്. പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ വിവരം സൈന്യം സ്ഥിരീകരിക്കുന്നത്. ഇന്ത്യൻ സൈന്യം തന്നെയാണ് ഒരു വാർത്താക്കുറിപ്പിലൂടെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ ഒരു വിവരം സ്ഥിരീകരിക്കുന്നത്. ഒരു കേണലിനും അതുപോലെ തന്നെ 2 സൈനികർക്കുമാണ് വീരമൃത്യു അടയേണ്ടി വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി ആണ് ഈ ഗാൽവൻ താഴ്വരയിൽ ആക്രമണം, ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. മറ്റ് ചൈനീസ് സൈനികർക്കും പരുക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ സൈന്യം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ വാർത്താക്കുറിപ്പിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടലാണ് നടന്നത് എന്നാണ് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് പ്രകോപന കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലിന് എന്താണ് കാരണം എന്നുള്ളത് കൃത്യമായി ഈ ഒരു വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിട്ടില്ല. ഏതായാലും അതിർത്തിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിശദീകരണം അല്ലെങ്കിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നുള്ള ആവശ്യം
നേരത്തെ തന്നെ വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു. ചൈന ഇന്ത്യക്ക് നിയന്ത്രണമുള്ള മേഖലകളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നതിനടക്കം കൃത്യമായ ഒരു മറുപടി കേന്ദ്ര സർക്കാർ നൽകണമെന്ന ആവശ്യം മുൻപ് തന്നെ ഉയർന്നിരുന്നു. ഈ ഒരു ആവശ്യം കൂടുതൽ ബലപ്പെടുത്താൻ വഴിയൊരുക്കുന്നത് കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവം. ഏതായാലും ഈ ഏറ്റുമുട്ടൽ ഉണ്ടായതിനു പിന്നാലെ തന്നെ ഗാൽവൻ താഴ്വരയിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, ഇന്ത്യയുടെയും ചൈനയുടെയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എത്തുകയും രാവിലെ 7 മണി മുതൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. മേജർ ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു ചർച്ചയുടെ ഭാഗമായി സംഘർഷം മറ്റു മേഖലകളിലേക്ക്, മറ്റ് തർക്ക മേഖലകളിലേക്കൊന്നും വ്യാപിച്ചിട്ടില്ല. അത് ഒരു അനുകൂലമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവായ കാര്യമായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അത്തരത്തിൽ അതിർത്തിയിൽ സംഘർഷ മേഖലയിൽ ഇത്തരത്തിലുള്ള കൂടിയാലോചനകൾ നടന്നത് കൂടാതെ ദില്ലിയിലും തിരക്കിട്ട ചർച്ചകൾ നടക്കുകയുണ്ടായി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യോഗം വിളിച്ചിരുന്നു. യോഗത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് ആയ ബിപിൻ റാവത്ത് പങ്കെടുത്തു. കൂടാതെ കര, വ്യോമ, നാവിക സേന മേധാവികളും പങ്കെടുത്തു. കിഴക്കൻ ലഡാക്കിലെ നിലവിലെ സ്ഥിതിഗതികൾ യോഗം സവിസ്തരം ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മുഖ്യമന്ത്രിമാരുമായുള്ള യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്, സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥിതിഗതികൾ ഏതായാലും രാജ്നാഥ് സിംഗ് ഇന്ന് ഈ യോഗം കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കൂടുതൽ സൈനിക നടപടികൾ അല്ലെങ്കിൽ മറ്റൊരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഏതായാലും ഇരു രാജ്യങ്ങളും തയ്യാറാകില്ല. കാരണം വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദമടക്കം ഉയർന്നു വരികയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെ ഇരു രാജ്യങ്ങളും വീണ്ടും ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിന് പോകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചൈനയും പ്രതികരണം നടത്തിയിട്ടുണ്ട്. ചില ചൈനീസ് മാധ്യമങ്ങൾ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൈമാറുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ചൈനീസ് സർക്കാർ ഇതുവരെയായി കൃത്യമായ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടുമില്ല. എങ്കിൽ പോലും ഒരു കാര്യം കൃത്യമായി സമ്മതിക്കുന്നുണ്ട്. അതായത് ഈ തരത്തിൽ ഒരു ഏറ്റുമുട്ടൽ കിഴക്കൻ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ ഉണ്ടായി എന്നുള്ള കാര്യം ചൈനീസ് സർക്കാർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് മറ്റൊരു തരത്തിലാണ് ചൈന ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ചൈന പറയുന്നത് ഇന്നലെ രാത്രി ഇന്ത്യൻ സൈനികർ നിയന്ത്രണ രേഖ കടന്ന് ഈ ചൈനീസ് അതിർത്തി കടന്ന് വരികയും പീപ്പിൾസ് ലിബറേഷൻ ആർമി സൈനികരെ ആക്രമിക്കുകയുമാണ് ചെയ്തത് എന്നാണ് ചൈന വാദിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഏകപക്ഷീയമായ നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്, കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു ആവശ്യവും ഇപ്പോൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനമായും അറിയേണ്ടത് ഈ ഇന്ത്യൻ സൈന്യം കൂടുതൽ വിശദീകരണം നൽകേണ്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സൈനികരുടെ മരണകാരണം സംബന്ധിച്ചാണ്. കാരണം ഇപ്പോഴും ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ ബാക്കിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ മരണകാരണമാണ്. പല ദേശീയ മാധ്യമങ്ങളും അല്ലെങ്കിൽ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സംഭവം, ഈ ഒരു സംഘർഷം എന്ന് പറയുന്നത് വെടിവെപ്പിലേക്ക് കലാശിച്ചിട്ടുണ്ടായിരുന്നില്ല, മറിച്ച് തമ്മിൽ കയ്യേറ്റമായിരുന്നു ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത്തരമൊരു സാഹചര്യമാണ് എങ്കിൽ അത് കൃത്യമായി വിശദീകരിക്കാൻ സൈന്യം തയ്യാറാകേണ്ടിയിരിക്കുന്നു. മരണകാരണം വെടിവെപ്പ് കൊണ്ടല്ല എങ്കിൽ എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് പല തവണ ഈ സൈനികർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ കല്ലേറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംഭവമാണോ മരണത്തിലേക്ക് നയിച്ചത് എന്നൊരു വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിച്ച കാരണം എന്നും അറിയേണ്ടിയിരിക്കുന്നു. അതിൽ വിശദാംശങ്ങൾ വ്യക്തമാണ്. ഒരല്പം ഗൗരവമുള്ള വിഷയമാണ് ഇപ്പോൾ നമ്മുടെ ഗാൽവാൻ താഴ്വരയിൽ നടന്നിരിക്കുന്നത്. മറ്റ് അതിർത്തി പ്രശ്നങ്ങൾ പോലെ നിസ്സാരമായി കാണാൻ കഴിയുന്ന നിലയിലല്ല കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു കേണലടക്കം 3 പേരാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ചൈനീസ് ആർമിയുടെയും ചില ആളുകൾ മരണപ്പെട്ടതായി ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഒഫീഷ്യലായി 2 രാജ്യങ്ങളുടെയും സർക്കാരുകൾ കൃത്യമായ കാര്യങ്ങൾ ഇതുവരെ പൊതുസമൂഹത്തിനോട് പറഞ്ഞിട്ടില്ല. ആ ഒരു കാത്തിരിപ്പ് കൂടി നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി നടത്തുന്ന വീഡിയോ കോൺഫറൻസിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. आवश्यक है बिना मास्क या फेस कवर के घर से बाहर निकलने की अभी कल्पना करना भी सही नहीं है। ये जितना
खुद उस व्यक्ति के लिए खतरनाक है, उतना ही उसके आसपास के लोगों के लिए भी। इसलिए 2 गज की दूरी का हमारा मंत्र हो, दिन में कई बार 20-20 सेकंड के लिए साबुन से हाथ धोने की बात हो, सैनिटाइजर का इस्तेमाल हो, ये सभी बहुत गंभीरता से किए जाने चाहिए। खुद की सुरक्षा के लिए, परिवार की सुरक्षा के लिए, विशेषकर घर के बच्चों और बुजुर्गों की सुरक्षा के लिए ये बहुत जरूरी है। अब तक लगभग सारे ऑफिसेस खुल चुके हैं। प्राइवेट सेक्टर में भी लोग ऑफिस जाने लगे हैं। बाजारों में, सड़कों पर भीड़ बढ़ने लगी है। तो ये सारे उपाय ही कोरोना को तेजी से फैलने से रोकने में मददगार होंगे। थोड़ी सी भी लापरवाही, थोड़ी सी भी ढिलाई, अनुशासन में कमी कोरोना के खिलाफ हम सभी की लड़ाई को कमजोर करेगा। और इतने दिनों की जो तपस्या है उस पर पानी फिर जाएगा। हमें इस बात का हमेशा ध्यान रखना है कि हम कोरोना को जितना रोक पाएंगे, उसका बढ़ना जितना रोक पाएंगे, उतना ही हमारी अर्थव्यवस्था खुलेगी, हमारे दफ्तर खुलेंगे, मार्केट खुलेंगे, ट्रांसपोर्ट के साधन खुलेंगे और उतने ही रोजगार के नए अवसर भी बनेंगे। साथियों, आने वाले दिनों में अलग अलग राज्यों में इकोनॉमिक एक्टिविटी का जिस तरह विस्तार होगा, उससे मिले अनुभव दूसरे राज्यों को भी बहुत लाभ पहुंचाएंगे। बीते कुछ हफ्तों के प्रयासों से हमारी अर्थव्यवस्था में ग्रीन शूट्स दिखने लगे हैं। पावर कंजम्पशन जो पहले घटता जा रहा था, वो अब बढ़ना शुरू हुआ है। इस साल मई में फर्टिलाइजर की सेल बीते साल मई की अपेक्षा 2 गुनी हुई है। इस बार खरीफ की बुआई बीते साल की अपेक्षा करीब 12-13% ज्यादा हुई है। 2 व्हीलर्स का प्रोडक्शन लॉकडाउन से पहले के स्तर का करीब करीब 70% तक पहुंच चुका है। रिटेल में डिजिटल पेमेंट भी लॉकडाउन से पहले की स्थिति में पहुंच चुका है। इतना ही नहीं, मई में टोल कलेक्शन में बढ़ोतरी होना इकोनॉमिक एक्टिविटी में वृद्धि को दिखाता है। लगातार 3 महीने तक एक्सपोर्ट में कमी के बाद जून में एक्सपोर्ट फिर से बाउंस बैक करके पिछले साल के प्री कोविड पीरियड में पहुंच गया है। ये तमाम संकेत है जो हमें प्रोत्साहित कर रहे हैं, आगे बढ़ने के लिए प्रेरित कर रहे हैं। साथियों, आप में से अधिकतर राज्यों में एग्रीकल्चर, हॉर्टिकल्चर, फिशरीज और एमएसएमईज का हिस्सा बहुत बड़ा है। आत्मनिर्भर भारत अभियान के तहत बीते कुछ दिनों से इन तमाम सेक्टर्स के लिए अनेक प्रावधान किए गए हैं। एमएसएमईज को सपोर्ट करने के लिए अनेक फैसले हाल में लिए गए हैं। समयबद्ध तरीके से एमएसएमईज को बैंक से क्रेडिट दिलाने का प्रयास हो रहा है।
100 करोड़ रुपए तक के टर्नओवर वाले उद्योगों को 20% अतिरिक्त क्रेडिट के ऑटोमेटिक इंक्रीज का लाभ दिया गया है। अगर हम बैंकर्स कमिटीज के माध्यम से ये सुनिश्चित करेंगे कि उद्योगों को तेजी से क्रेडिट मिले तो वो जल्द से जल्द काम शुरू कर पाएंगे, लोगों को रोजगार दे पाएंगे। साथियों, हमारे यहां जो स्मॉलर फैक्ट्रीज हैं उन्हें गाइडेंस की, हैंड होल्डिंग की बड़ी जरूरत है। मुझे पता है आपके नेतृत्व में इस दिशा में काफी काम हो रहा है। ट्रेड और इंडस्ट्री अपनी पुरानी रफ्तार पकड़ सकें, इसके लिए वैल्यू चेन्स पर भी हमें मिलकर काम करना होगा। राज्यों में जहां कहीं भी स्पेसिफिक इकोनॉमिक एक्टिविटी पॉइंट्स हैं, वहां 24 घंटे काम हो, सामानों की लोडिंग अनलोडिंग तेजी से हो, एक शहर से दूसरे शहर तक सामान जाने में स्थानीय स्तर पर किसी तरह की दिक्कत ना हो, तो इकोनॉमिक एक्टिविटी और तेजी से बढ़ेगी। साथियों, किसान के उत्पाद की मार्केटिंग के क्षेत्र में हाल में जो रिफॉर्म्स किए गए हैं, उससे भी किसानों को बहुत लाभ होगा। इससे किसानों को अपनी उपज बेचने के लिए नए विकल्प उपलब्ध होंगे, उनकी आय बढ़ेगी और खराब मौसम के कारण, स्टोरेज के अभाव के कारण उनको जो नुकसान होता था उसे भी हम कम कर पाएंगे। जब किसान की आय बढ़ेगी तो निश्चित रूप से डिमांड भी बढ़ेगी और राज्य की अर्थव्यवस्था की गति भी बढ़ेगी। विशेष तौर पर नॉर्थ ईस्ट और हमारे आदिवासी इलाकों में फार्मिंग और हॉर्टिकल्चर, इसके लिए अनेक अवसर बनने वाले हैं। ऑर्गेनिक प्रोडक्ट्स हो, बाम्बू प्रोडक्ट्स हो, दूसरे ट्राइबल प्रोडक्ट्स हो, उनके लिए नए मार्केट का द्वार खुलने वाला है। लोकल प्रोडक्ट के लिए जिस क्लस्टर बेस्ड रणनीति की घोषणा की गई है, उसका भी लाभ हर राज्य को होगा। इसके लिए जरूरी है कि हम हर ब्लॉक, हर जिले में ऐसे प्रोडक्ट्स की पहचान करें जिनकी प्रोसेसिंग या मार्केटिंग करके एक बेहतर प्रोडक्ट हम देश और दुनिया के बाजार में उतार सकते हैं। साथियों, बीते दिनों आत्मनिर्भर भारत अभियान के तहत जितनी भी घोषणाएं की गई हैं, वो एक निश्चित समय सीमा के भीतर जमीन पर उतरे, इसके लिए हमें एकजुट होकर काम करना है। इस पृष्ठभूमि में कोरोना से लड़ाई और इकोनॉमिक एक्टिविटी से जुड़े आपके जो सुझाव हैं, जो तैयारियां हैं, वो जानने के लिए मैं बहुत उत्सुक हूं और मुझे पक्का विश्वास है कि अनुभव के आधार पर आपकी जो बातें आएगी वो आने वाले रणनीति बनाने में बहुत काम आएगी। मैं गृह मंत्री जी से आग्रह करता हूं कि वे आगे की चर्चा का संचालन करें। പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായുള്ള വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു. മരണനിരക്ക് കുറവാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നിയന്ത്രണങ്ങൾ കർശനമായി പാലിച്ചാൽ കോവിഡിനെ അതിജീവിക്കാം എന്ന നിലയിൽ കൂടി അദ്ദേഹം മുഖ്യമന്ത്രിമാരുമായുള്ള വീഡിയോ കോൺഫറൻസിൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭം നടന്നു. AKG ഭവന് മുന്നിൽ CPIM പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പ്രക്ഷോഭത്തിൽ അണിനിരന്നു. പശ്ചിമ ബംഗാൾ, ത്രിപുര, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലും ബഹുജനങ്ങൾ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി. കോവിഡ് രൂക്ഷമാവുകയും ലക്ഷക്കണക്കിന് പേർ തൊഴിലില്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന സമയത്തും കേന്ദ്ര സർക്കാർ തുടരുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് CPIM ആഹ്വാനം ചെയ്ത ബഹുജന പ്രക്ഷോഭം. കോവിഡ് കാലത്തും അനവധി പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധത്തിൽ അണിനിരന്നു. ഷിംലയിൽ പാർട്ടി പ്രവർത്തകർ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചു.
പശ്ചിമബംഗാൾ, ത്രിപുര, ഹരിയാന, പഞ്ചാബ് തുടങ്ങി മുഴുവൻ സംസ്ഥാനങ്ങളിലും പ്രതിഷേധമുണ്ടായി. CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പോസ്റ്റുകളും പ്ലക്കാർഡുകളുമായി പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിനിരന്നു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്നവർക്ക് 6 മാസത്തേക്ക് മാസം തോറും 10 കിലോ ഭക്ഷ്യധാന്യം നൽകുക, പാവപ്പെട്ടവർക്ക് മാസം 7,500 രൂപ നൽകുക, തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 ദിന പ്രവൃത്തി ദിനം ഉറപ്പാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് CPIM മുന്നോട്ട് വയ്ക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി. ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തെക്കൻ മേഖലയിൽ നടന്ന CPIM പ്രതിഷേധത്തിൽ ലക്ഷങ്ങൾ അണിനിരന്നു. തിരുവനന്തപുരത്ത് 1,33,18 കേന്ദ്രങ്ങളിലും, കൊല്ലത്ത് 20,000 കേന്ദ്രങ്ങളിലും, പത്തനംതിട്ടയിൽ 7,330 കേന്ദ്രങ്ങളിലുമാണ് പ്രതിഷേധം നടന്നത്. തിരുവനന്തപുരം പാളയത്ത് നടന്ന പരിപാടി പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചത്. കോവിഡ് കാലത്തും കേന്ദ്രം വർഗീയത കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 6 മാസത്തേക്ക് ആദായ നികുതി പരിധിക്ക് പുറത്തുള്ളവർക്ക് പ്രതിമാസം 7,500 രൂപ വീതം കേന്ദ്ര സർക്കാർ പണമായി നൽകണമെന്ന് S. രാമചന്ദ്രൻപിള്ള ആവശ്യപ്പെട്ടു. അതുപോലെ കോടിക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഈ ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് ജീവിക്കാനുള്ള സൗകര്യമൊരുക്കാൻ യാതൊരു നടപടിയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഈ ലോക്കൗട്ട് ദീർഘകാലം തുടർന്നു കൊണ്ടുപോകാനാവാത്തതാണ്. പടിപടിയായി തുറന്നു കൊടുക്കേണ്ടി വരും. അതിനാവശ്യമായ നടപടികൾ ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. യാതൊരു കരുതലുമില്ലാതെയാണ് ഇക്കാര്യത്തിലും ഈ ഗവൺമെൻറ് നടപടികൾ എടുക്കുന്നത്. ഇന്നിപ്പോൾ കോവിഡിൻ്റെ വ്യാപനം, ആ വ്യാപനത്തെ തടയാനെടുത്ത നടപടികൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ പ്രതികൂലകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന കേരളത്തെ അപകീർത്തിപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് നഷ്ടപരിഹാരം നൽകുമെന്നും കോടിയേരി വ്യക്തമാക്കി. അത് സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്നു വന്നു. ആ പരാതികൾ പരിഹരിക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ഏതെങ്കിലും തരത്തിൽ തെറ്റായി ചാർജ് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കും എന്നുള്ള നിലപാടും ഇലക്ട്രിസിറ്റി ബോർഡ് സ്വീകരിച്ചു കഴിഞ്ഞു. ഭക്ഷ്യധാന്യങ്ങൾ പുഴുവരിച്ച് ഗോഡൌണിൽ കിടന്നിട്ടും അത് പാവപ്പെട്ടവർക്ക് നൽകാൻ തയ്യാറാവാത്ത കേന്ദ്ര സർക്കാർ നടപടി പ്രതിഷേധാർഹമെന്ന് MA ബേബി കുറ്റപ്പെടുത്തി. പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്നത് പോലെ പുരകത്തുമ്പോൾ വാഴ വെട്ടുകയല്ല ഈ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്. രാജ്യം കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് വലിയൊരു തകർച്ചയിലേക്ക് നീങ്ങുമ്പോൾ ഈ നാടിൻ്റെ അഭിമാനങ്ങളായ, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സമ്പത്താണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതെല്ലാം വിറ്റുതൊലയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല, തന്ത്രപ്രധാനമായ പ്രതിരോധ മേഖല വിദേശ കുത്തകൾക്ക് തീരെഴുതുന്നു. തിരുവനന്തപുരത്ത് 13,318 കേന്ദ്രങ്ങളിലും, കൊല്ലത്ത് 20,000 കേന്ദ്രങ്ങളിലും, പത്തനംതിട്ടയിൽ 7,330 കേന്ദ്രങ്ങളിലും സമരപരിപാടികൾ നടന്നു. കൊല്ലത്ത് KN ബാലഗോപാലും പത്തനംതിട്ടയിൽ KJ തോമസും പരിപാടികളിൽ പങ്കാളികളായി. കൊല്ലം, പത്തനംതിട്ട ബ്യൂറോകൾക്കൊപ്പം S. ജീവൻകുമാർ, തിരുവനന്തപുരം. മധ്യകേരളത്തിലും വലിയ ജനപങ്കാളിത്തമുണ്ടായി. മധ്യകേരളത്തിലെ 5 ജില്ലകളിലായി 8 ലക്ഷം കേന്ദ്രങ്ങളിൽ സമരം നടന്നു. 4.5 ലക്ഷത്തോളം പേരാണ് സമരത്തിൽ അണിനിരുന്നത്. സാമൂഹ്യ അകലം ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരുന്നു സമരം. തൃശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള മധ്യകേരളത്തിലെ 5 ജില്ലകളിലായി 4.5 ലക്ഷത്തോളം പേരാണ് സമരത്തിൽ അണിനിരുന്നത്. കോട്ടയം ജില്ലയിൽ 15,870 കേന്ദ്രങ്ങളിലായി 85,000-ഓളം പേർ സമരത്തിൽ അണിനിരുന്നു. BSNL ഓഫീസിന് മുന്നിൽ കേന്ദ്ര കമ്മിറ്റി അംഗം വൈക്കം വിശ്വൻ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി VN വാസവൻ സമരത്തിന് നേതൃത്വം നൽകി. എറണാകുളം ജില്ലയിൽ 15,000 കേന്ദ്രങ്ങളിലായി 75,000 പേരാണ് സമരത്തിൽ പങ്കെടുത്തത്. നഗരത്തിൽ നടന്ന സമരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി CN മോഹനൻ സമരത്തിന് നേതൃത്വം നൽകി. ഇടുക്കി ജില്ലയിൽ 10,000 കേന്ദ്രങ്ങളിലായി 50,000-ഓളം പേർ സമരത്തിൽ അണിനിരുന്നു. കുഞ്ചിത്തണ്ണിയിൽ ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ BSNL ഓഫീസിന് മുന്നിൽ നടന്ന സമരം ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. 26,740 കേന്ദ്രങ്ങളിലായി 1 ലക്ഷത്തോളം പേർ ആലപ്പുഴ ജില്ലയിൽ മാത്രം ദേശീയ പ്രക്ഷോഭത്തിൽ അണിനിരുന്നു. തൃശൂർ ജില്ലയിൽ 12,500 കേന്ദ്രങ്ങളിലായിരുന്നു സമരം. 80,000-ഓളം പേർ അണിനിരന്ന സമരപരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം AG's ഓഫീസിന് മുന്നിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ നിർവഹിച്ചു. സാമൂഹ്യ അകലം, മാസ്ക് ഉൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരുന്നു പ്രവർത്തകർ സമരത്തിൽ അണിനിരുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി. കേന്ദ്ര സർക്കാരിനെതിരായ CPIM പ്രക്ഷോഭത്തിൽ മലബാറിലും ജനലക്ഷങ്ങൾ അണിനിരന്നു. ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു.
കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു മലബാറിലും പ്രതിഷേധം നടന്നത്. കോവിഡ് കാലത്തും ജനങ്ങളെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് വടക്കൻ കേരളത്തിൽ ഉയർന്നത്. CPIM നേതൃത്വത്തിൽ ബ്രാഞ്ച് തലം മുതൽ ജില്ലാതലം വരെയുള്ള കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടന്നു. 11 മണി മുതൽ 12 വരെ നടന്ന 1 മണിക്കൂർ നീണ്ട സമരത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രവർത്തകർ പങ്കാളികളായി. കാസർഗോഡ് ജില്ലയിൽ 20,000-ലേറെ കേന്ദ്രങ്ങളിൽ ധർണ നടന്നു. 1.5 ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുത്തു. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ കാഞ്ഞങ്ങാട് നടന്ന സമരം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ 15,000 കേന്ദ്രങ്ങളിലായി 1 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തു. ജില്ലാതല ഉദ്ഘാടനം പഴയ ബസ് സ്റ്റാൻഡിൽ PK ശ്രീമതി ടീച്ചർ നിർവഹിച്ചു. ദേശീയ സംസ്ഥാന പാതകളിൽ നിന്ന് 1 കിലോമീറ്റർ വിട്ടായിരുന്നു സമരകേന്ദ്രങ്ങൾ. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന ജില്ലാ നേതാക്കൾ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സമരത്തിന് നേതൃത്വം നൽകി. 25,000 കേന്ദ്രങ്ങളിലായിരുന്നു കോഴിക്കോട് ജില്ലയിൽ പ്രതിഷേധ ധർണ. ആദായ നികുതി ഓഫീസിന് മുന്നിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എളമ്പരം കരീം MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിൻ്റെ കോവിഡ് പാക്കേജ് ജനത്തെ കബളിപ്പിക്കുന്നതാണെന്ന് എളമ്പരം കരീം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി P. മോഹനനും ആദായ നികുതി ഓഫീസിന് മുന്നിലെ ധർണയിൽ പങ്കെടുത്തു. ഗ്രാമ നഗരപ്രദേശങ്ങളിലായി 1.25 ലക്ഷം പേർ പങ്കാളികളായി. മലപ്പുറത്ത് 12,000 കേന്ദ്രങ്ങളിലായി 1 ലക്ഷം പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മലപ്പുറം കുന്നുമ്മൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ LDF കൺവീനർ A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കു വേണ്ടിയല്ല കേന്ദ്ര സർക്കാർ രാജ്യം ഭരിക്കുന്നതെന്നും അംബാനിയെ പോലുള്ള ബിസിനസ്സുകാരുടെ ബ്രോക്കറാണ് പ്രധാനമന്ത്രിയെന്നും വിജയരാഘവൻ പറഞ്ഞു. അടച്ചുപൂട്ടപ്പെട്ട ഒരു സമൂഹത്തിൽ, സമ്പത്ത് ജനങ്ങളുടെ കൈകളിൽ എത്താത്ത ഒരു സമൂഹത്തിൽ, ചിലവഴിക്കാൻ ശേഷി ഏറ്റവും കുറവുള്ള ഒരു സമൂഹത്തിൽ ആരെങ്കിലും വ്യവസായവുമായി, ചെറുകിട ഇടത്തരം വ്യവസായവുമായി രംഗത്ത് വരുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള പ്രാഥമിക ബോധം പോലും നമ്മുടെ ഭരണകൂടത്തിൽ ഇല്ലാതെ പോയി എന്ന ദുരവസ്ഥയാണ് നാം കാണുന്നത്. വയനാട്ടിൽ 3,216 കേന്ദ്രങ്ങളിൽ ധർണ നടന്നു. കൽപ്പറ്റ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ MLA-യും വൈത്തിരിയിൽ ജില്ലാ സെക്രട്ടറി P. ഗഗാറിനും സമരം ഉദ്ഘാടനം ചെയ്തു. CPIM പ്രതിഷേധ ധർണയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ സംസാരിച്ചു. 15,000 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ നടന്നു. ഒരു ബ്രാഞ്ചിൽ 5 കേന്ദ്രങ്ങളിലായി നടന്ന ധർണയിൽ 1 ലക്ഷം പേർ പങ്കെടുത്തു. പ്ലക്കാർഡുകളേന്തി കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചായിരുന്നു പ്രതിഷേധം. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൈരളി ന്യൂസ്, കോഴിക്കോട്. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. പലസ്തീനി ബാലന് ഇസ്രായേൽ കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചതായി പലസ്തീൻ ഇൻഫർമേഷൻ സെന്റർ റിപ്പോർട്ട്. 15 വയസ്സുകാരനായ ഹൗമദ അൽ ഷെയ്ഖിനെയാണ് ഇസ്രായേൽ കോടതി 10 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. 2019 ഓഗസ്റ്റ് 15-നാണ് ഹൗമദയെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോകൾ മറ്റു സൈറ്റുകളിൽ എംബഡ് ചെയ്ത് ഉപയോഗിക്കുന്നതിനെതിരെ ഇൻസ്റ്റഗ്രാമിന്റെ മുന്നറിയിപ്പ്. ഒരു ഇൻസ്റ്റഗ്രാം യൂസർ മറ്റൊരു യൂസറുടെ ഫോട്ടോകൾ മറ്റൊരു സൈറ്റിൽ എംബഡ് ചെയ്ത് ഉപയോഗിച്ചാൽ അത് പകർപ്പവകാശ ലംഘനമാണെന്ന് ഇൻസ്റ്റഗ്രാം പറയുന്നു. എന്നാൽ ഏത് യൂസറുടെ ഫോട്ടോയാണോ എംബഡ് ചെയ്യുന്നത് അത് അയാളുടെ അനുമതി വാങ്ങിയ ശേഷം എംബഡ് ചെയ്യാമെന്ന് ഇൻസ്റ്റഗ്രാം അറിയിച്ചു. അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ കൊല്ലപ്പെട്ടതിനെതിരെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന മുദ്രാവാക്യം ഉയർത്തി നടക്കുന്ന പ്രതിഷേധങ്ങൾ ലോകവ്യാപകമായി ശക്തിയാർജിക്കുന്നു. ജർമ്മനിയിലെ ബെർലിനിൽ ജനങ്ങൾ 9 കിലോമീറ്റർ മനുഷ്യച്ചങ്ങല തീർത്തു. വംശീയത ഒരു മഹാമാരി എന്ന മുദ്രാവാക്യവുമായി ജപ്പാനിലെ ടോക്കിയോയിൽ നടന്ന പ്രകടനത്തിൽ 3,500 പേർ പങ്കെടുത്തു. ഇന്നത്തെ വിദേശ വിനിമയ നിരക്കുകൾ. $75 രൂപ 97 പൈസ, ബഹ്റൈൻ ദിനാർ 202 രൂപ, കുവൈറ്റ് ദിനാർ 246 രൂപ 49 പൈസ, ഒമാനി റിയാൽ 197 രൂപ 37 പൈസ, സൗദി റിയാൽ 20 രൂപ 23 പൈസ, UAE ദിർഹം 20 രൂപ 66 പൈസ, ഖത്തർ റിയാൽ 20 രൂപ 85 പൈസ, യൂറോ 86 രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.